പുത്തൻ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കുറെ നാളെ നമ്മളൊരു കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ട്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നൈറ്റ് മീറ്റിംഗ് ചലഞ്ച് നമ്മൾ ഏതാണ്ട് ഒരു മാസമായി മൃദുലെ പോസ്റ്റ് ഇട്ടിട്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്. നമുക്കും അത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മുമ്പ് ഒരു ആൽഫബറ്റ് ഫുഡ് ചലഞ്ച് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ നിങ്ങളെ പേരും വെച്ചിട്ട് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോ ലെറ്ററും ഓരോ ഫുഡ് ഇഷ്ടം പോലെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഉണ്ട്, എന്റെ പ്ലീസ് എന്റെ നെയിം കഴിക്കുമെന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത ഒരു 10 പേര് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്പിൻ ചെയ്തിട്ടായിരിക്കും അതിൽ നിന്ന് ഓരോ പേരും, മൃദുല ഒരു പേരെടുക്കും, ഞാൻ ഒരു പേരെടുക്കും. അതിലെ ഓരോ ലെറ്റർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലെ. ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. അമ്പൂട്ടിന് ഏതെങ്കിലും പേരുണ്ടോ? അമ്പൂട്ടന്റെ പേരെടുത്താലേ നീണ്ടുപോകും. നമുക്ക് കഴിക്കുന്നത് ഇത് അവനോട് കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. റാൻഡം ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഏതാണ്ട് 21,000 കമന്റ്സ് ഗൈസ് വന്നായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ 21K കമന്റ്സ്. അതിനകത്ത് എല്ലാം ചിലത് വേറെ കമന്റ്സും ഉണ്ട്, എന്നാൽ പോലും നമ്മൾ അത്രയും കമന്റ്സ് പ്രതീക്ഷിച്ചില്ല. അപ്പൊ എനിവേ ഇപ്പൊ സെലക്ട് ചെയ്യാത്തവര് പേടിക്കണ്ട, നമ്മൾ ഇനി ഇതിന് ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോരുത്തരെ പേരെടുക്കാം, വെറൈറ്റി ആട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് 10 പേരെടുത്തിട്ടുണ്ട്. ആ 10 എണ്ണത്തിൽ നമുക്ക് 2 എണ്ണം പിക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ടൈം സ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ പേരാണ് വായിച്ചേ മൃദുലേ? അഭിരാമി, വിസ്മയ, ഇവാനിയ, നൂറ ഫാത്തിമ, അനാമിക, ദേവിക, ഗൗതം, നീലാംബരി, മെഹഫില, ഖദീജ, നിഫില. അപ്പം എല്ലാം വെറൈറ്റി പേരുകളാണ്. നീലാംബരി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പേര്? നീലാംബരി, നല്ല പേര്. സോ ഇതിനകത്ത് എത്ര പേര് നിങ്ങളുടെ പേരുണ്ടോ താഴെ കമന്റ് ചെയ്യണേ. നൂറ ഫാത്തിമയൊക്കെ വന്നാൽ പെടും കേട്ടോ. അപ്പം എനിവേ ഗൈസ്, അപ്പൊ നമ്മള് തുടങ്ങാൻ വേണ്ടി പോവാണ്, സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ രണ്ടുപേരും അമ്പൂട്ടനെ സ്പിൻ ചെയ്യുന്നു. പിന്നെ അത് മാത്രല്ല അമ്പൂട്ടൻ 2 വല്ലും വന്നേ. കണ്ട ബ്രഷ് ഒക്കെ വാങ്ങിക്കണം. ബ്രഷൊക്കെ വാങ്ങണം. അപ്പൊ ഫസ്റ്റ് മൃദുല സ്പിൻ ചെയ്യട്ടെ. അല്ല, ആദ്യം അമ്പൂട്ടൻ തന്നെ സ്പിൻ ചെയ്യാം, നമുക്ക് കുറ്റമില്ലല്ലോ. എന്നത് ഞാൻ സ്പിൻ ചെയ്യുവേ. ഖദീജ. മൃദുലയ്ക്ക് ഖദീജ. ഖദീജ എന്ന് എനിക്ക് കുറെ അമ്മമാരുടെ പേരായിരിക്കും ഖദീജ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പൊ ഖദീജ എന്ന് പേരുള്ളവര് അതിനകത്ത് ഖദീജയല്ലേ. അപ്പൊ മൃദുലയ്ക്ക് ഖദീജയാണ്. എത്ര ലെറ്റർ ഉണ്ടോ? KHADIJ. അല്ല, 2 കണ്ട, ഒരേ കഴിച്ചാൽ മതി. ഒരേ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് അതുകൊണ്ട് മൊത്തം 1 2 3 4 5 6 ലെറ്റർ ആണ് നമുക്ക് മൃദുലയ്ക്ക് കഴിക്കാനുള്ളത്. അപ്പൊ ഖദീജ എന്നുള്ള പേര് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെ ലെറ്റർ ആണെന്ന്. ഓക്കെ, ഇനി അടുത്ത എന്റേത്. ഞാൻ തന്നെ സ്പിൻ ചെയ്യുന്നു. ഓക്കെ, ഞാൻ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് അവന്റെ ടാബാട്ടോ, ഇത് അമ്പൂട്ടന്റെ കളിക്കുന്ന ടാബാ. ഓക്കെ, ലെറ്റ്സ് സ്പിൻ ഗൈസ്. എനിക്ക് നീലാംബരി കിട്ടിയ കൊള്ളായിരുന്നു. ഒരു വെറൈറ്റി പേരായിരുന്നു. നീല കളറിൽ വന്നു ഗൈസ്. നീലാംബരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 2 എണ്ണം ഉണ്ട്. അപ്പൊ എനിക്ക് NLNE 2 3 4 5 6 7 8 ഞാൻ തന്നിട്ട് ഇത് 8 ലെറ്ററാ. ഭഗവാനെ, നീലാംബരി വേണ്ട കേട്ടോ, ഒരുപാട് ഫുഡ് വരുന്നുണ്ട്. 1 2 3 4 5 6 7 8. അയ്യോ, നീലാംബരി നീ ആഗ്രഹിച്ചു വാങ്ങിച്ചല്ലേ, നീ ആഗ്രഹിച്ചായിരുന്നു. ആ പേര് ഇഷ്ടം, പക്ഷെ ഇത്ര ലെറ്റർ തിന്നണം. അപ്പൊ ഞാൻ 8 ഫുഡ് കഴിക്കണം അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ ചലഞ്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനേ നമ്മളെ ലെറ്ററിൽ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പൊ അത് കഴിച്ചോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പൊ എന്റെ നെയിം ഖദീജയിലെ ഫസ്റ്റ് ലെറ്റർ K for കിവി. സിമ്പിൾ ആയി, ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കെ വെച്ച് നമുക്ക് കേസരി ഒക്കെ തിന്നാം, പക്ഷെ ആദ്യം കിവി കറക്റ്റ് ആണല്ലോ. തിന്നാൻ ദേ വരുന്നു. തോല് നമുക്കേ വളമായിട്ട് കൊടുക്കാം. എന്റെ ലെറ്റർ ഭയങ്കര ടഫാട്ടോ. നമുക്ക് വീട്ടിലുള്ളത് വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം. മാക്സിമം വീട്ടിൽ വെച്ച് തന്നെ കഴിക്കാം, കാരണം ഏട്ടൻ്റെ 8 ലെറ്റർ ആട്ടോ.
8 ലിറ്ററാ. ഇത് ഫുഡ് ഫുഡ് കഴിച്ച് മടുക്കും. അപ്പൊ ആദ്യം നീ കഴിക്കുക, എന്നിട്ട് എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഓക്കെ കിവി. അപ്പൊ സിമ്പിൾ ആയിരുന്നു കേട്ടോ ആദ്യം. ഇത് എന്നിരുന്നു കിവി? എന്ന് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചത് അമ്പൂടിന് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഫസ്റ്റ് ലെറ്റർ കിവി കംപ്ലീറ്റഡ്. ഓക്കെ. അപ്പൊ ഖദീജയിലെ കെ വെട്ടിക്കോ. മൊത്തം കഴിക്കണോടെ. ഇനി പറഞ്ഞു. അപ്പൊ ഖദീജയിലെ കെ കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് ലെറ്റർ. നമുക്ക് മറ്റുള്ള ട്രെൻഡ് വൈറലായില്ല അവര്. ഞാൻ ഇപ്പൊ സാപ്പിട പോறது ആറോമലേ. A for അരമുറി മഞ്ച്. അത് തിന്നഴില്ലേ അറുമയാ ഇരുന്നിച്ച്. അങ്ങനെ കഴിച്ചാലോ. അടുത്ത അറസിമാവ്. അറസിമാവിൽ ആന്റി അരച്ചു വെച്ച അരസിമാവിൽ സുട്ട ദോശ. பகல்ல வாங்குன இனிப்பு போண்டா. அப்ப இருந்துச்சு. എനിക്ക് അടുത്ത എൻ ஃபார் நேத்து வாங்குன பொரிகடலை. നല്ല മുളകിൽ അരച്ച് ചേർത്ത കോഴിക്കറി. നല്ല പ്രമാദമാ ഇരുந்துச்சு. ഗൈസ് N4 ഞാൻ തേടിക്കിട്ട് ഇருக்கு. കിട്ടിയ ഉടനെ വരലാം. കൊറേ ഓപ്ഷൻ ഉണ്ട്, ഏട്ടൻ ഏത് ചൂസ് ചെയ്യുന്ന ഏട്ടന്റെ ഇഷ്ടം. ഓക്കെ. എൻ വെച്ച് എനിക്ക് കുറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല ഗൈസ്. നേരെ നമ്മൾ KFC-ലോട്ട് വന്നു. ഞാൻ കഴിക്കാൻ പോകുന്നു നമ്മുടെ നീലാംബരിയുടെ എൻ വെച്ച് നഗറ്റ്സ്. ലെറ്റ്സ് ഗോ. നല്ല മൂടില്ല. നഗറ്റ്സ് ഇല്ല. ഞാൻ ബാക്കി പറയുന്നില്ല. എന്ന് വെച്ച് വേറെ എന്തെങ്കിലും മെനുവിലുണ്ടോ? എന്തൊക്കെ ബഹളമായിരുന്നു. കുറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല ഗൈസ്. നേരെ നമ്മൾ KFC-ലോട്ട് വന്നു. ഞാൻ തള്ളി കേറി വന്നായിരുന്നല്ലേ. നഗറ്റ്സ് ഇല്ലെന്ന് ഗൈസ്. ഫ്രൈഡ് ചിക്കൻ നക്കി തിന്നാ. ഫ്രൈഡ് ചിക്കൻ നക്കി തിന്നാനോ? അപ്പൊ എന്നാവുന്ന ഗൈസ്. എന്റെ നീലാംബരി വലിച്ചു പോയി കേട്ടോ. എന്തായാലും മൃദുലേക്ക് ഇവിടെ തേടി വന്ന ഖദീജയില് D ഉണ്ട്. D for ഡങ്ക്ഡ് സിംഗർ ബർഗർ. ഇതവരുടെ പുതിയ മെനു വന്ന പറഞ്ഞ. അപ്പം ഖദീജയുടെ D ഡങ്ക്ഡ് സിംഗർ ബർഗർ. അത് പോരട്ടല്ലേ? ഞാൻ എന്തിനാ മാസടിച്ച് മൃദുലത ഈ ഐറ്റോട്ടോ കഴിക്കാൻ പോന്നെ. കാണാൻ ഭയങ്കര ലുക്ക് കേട്ടോ. എടി എന്തുകൂടി എനിക്ക് ഇങ്ങനെ തുടക്കത്തിലെ പാളിപ്പോയേ. എനിക്ക് അടിപൊളിയായിരിക്കും. ഒരു പ്ലേറ്റ് ഡങ്ക്ഡ് പോരട്ടെ. ഖദീജയുടെ Dക്ക് ഡങ്ക്ഡ് പോരട്ടെ. മൃദുല നിനക്ക് കുറച്ച് ലെറ്ററേ ഉള്ളൂ, എനിക്ക് 8 ലെറ്റർ കിടക്കും. ഒരെണ്ണം പോലും ആയില്ല. പക്ഷെ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ തിന്നുന്നുണ്ട്, ഏട്ടൻ തിന്നുന്നില്ലല്ലോ. ഇവിടെ നൂഡിൽസ് കിട്ടുമോ? ഞാൻ ഒന്ന് മെനുവിൽ പോയി നൂഡിൽസ് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നീലാംബരിയുടെ നൂഡിൽസും കഴിക്കായിരുന്നു. ഒന്നും ആവുന്നില്ല ഗൈസ്. എനിക്ക് എവിടെ ഇപ്പം തീർക്കും. ഡങ്ക്ഡ് സിംഗർ ബർഗർ അവരുടെ പുതിയ ബോക്സ്. എനിക്ക് സ്പൈസി ആയിരിക്കും ഇത്. കൊളവാക്കടാപ്പ് പിടിച്ചോണേ. ഓക്കെ. ഇത് നല്ല സ്പൈസിയും ഡെലീഷ്യസും സ്വീറ്റും എന്നൊക്കെ അവർ പറഞ്ഞേ. ലുക്ക് കാണിച്ചെന്നെടുത്തേ. ഇവരുടെ പുതിയ ഐറ്റം കേട്ടോ. ഓ ഗൈസ്, ജയിന്റ് സാധനം കേട്ടോ. ജയിന്റ് സാധനം. ലെറ്റ്സ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഫസ്റ്റ് ബൈറ്റ്. അപ്പം നമ്മുടെ ഡങ്ക്ഡ് സിംഗർ ബർഗർ നമ്മുടെ ഖദീജയിലെ D. ഇപ്പുറത്തായിരുന്നു അവിടെ കടിക്കേണ്ടത്. ജ്യൂസി കേട്ടോ. ജ്യൂസി സാധനം നോക്കുക ഗൈസ്. അടിപൊളി കേട്ടോ. എരി, മധുരം, പുളി എല്ലാം ഉണ്ട്. എത്ര രൂപ വരുന്നതിന്? 250 രൂപ. 289. പക്ഷെ 300 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. ഒരാള് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഇല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. വെറൈറ്റി ആയിട്ട് ആയതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് സത്യത്തിൽ ഇങ്ങനെ ഷെയറിങ് ഇല്ല. അല്ലേ? അതെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? ഒരു അകത്തോട്ടൊരു വലിവ് പോലെ. ഒരു കിക്ക്. ഒരു കിക്ക് അല്ലേ? നല്ല സ്പൈസിയാ. പക്ഷെ എരിയുണ്ട്, പുളിയുണ്ട്. മോനെ
സ്പൈസി എന്നൊക്കെ പറഞ്ഞാൽ പൊന്നീച്ച വരും. എന്നാൽ എരി അത് മധുരമുണ്ട്. അത് ഫിനിഷ് ചെയ്യണം കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, പക്ഷെ കഴിക്കാൻ പറ്റില്ല. ഇതൊരു വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ. നല്ല മ്യൂസിക് കിട്ടിയിട്ടുണ്ട് അവര് താളത്തിന്. ഇവിടെ ദൈവത്തിന് ക്യാബേജ് ഇല്ല കേട്ടോ. ഒരു ബൈറ്റും കൂടി. അവന് ഡാൻസ് കളിക്കുന്നു. ഇതോടുകൂടി ഡേ ഫിനിഷ്. എന്നെ വെച്ച് അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും ആലോചിക്കേണ്ടതില്ല. ഞാൻ മാസമായിട്ട് KFCയുടെ ഫ്രണ്ടിൽ നിന്ന് തേഞ്ഞെങ്കിലും ഞാൻ കുറെ ആലോചിച്ചു. എന്നെ വെച്ച് നട്ട്സ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. നൂഡിൽസ് ഉണ്ട്, പിന്നെ കുറെ നഗറ്റ്സ് ഞാൻ അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിൽ തന്നെ എന്നെ വെച്ച് ഒരു അടിപൊളി ഫുഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ്? അതെ, നെയ്യപ്പം. കാക്ക കൊത്തിയ നെയ്യപ്പം ഗായ്സ്. അങ്ങനെ നെയ്യപ്പം എന്റെ മനസ്സിലായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് സ്ട്രൈക്കായി. ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പം ഒരു ചില്ലിങ് കൂട്ടിൽ നെയ്യപ്പം കിടക്കുന്നു. വണ്ടി അപ്പോഴേ എന്നാ പിന്നെ നെയ്യപ്പം ആയാലോ. നല്ല ക്രിസ്പി നെയ്യപ്പം. നീലാംബരിയിലെ എണ്ണ വെച്ച് വളച്ചാലും ഫൈനലി നമുക്ക് കിട്ടി. വെറും 12 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു. അപ്പം നീലാംബരിയുടെ ഹാപ്പി ആയോ? ചേഴ്സ്. അച്ഛനും മോനും കഴിക്കാം. ചേഴ്സ്. അറിയില്ലേ ഗൈസ്, പൈസ കൊടുക്കാൻ പോയപ്പോഴാണ് ചില്ലുംകൂട്ടിൽ അടുത്ത എൻ്റെ ഒരു ലെറ്റർ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് നീലാംബരിയിൽ ഉണ്ടേ. E ഫോർ ഇലയപ്പം. ആണ് കേട്ടോ ഇലയപ്പം. ആർക്കും തർക്കമൊന്നും ഇല്ലല്ലോ. സോ ഇലയപ്പം. അപ്പൊ നമ്മൾ 2 ലെറ്റർ മൃദുല അവിടെ എന്തോ ഇരുന്ന് പറയുന്നുണ്ട്. നമ്മുടെ 2 ലെറ്റർ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കണം. നല്ല തേങ്ങ കിട്ടാം. നല്ല അടിപൊളി ഇലയപ്പം. അതല്ല ലക്കാട്ടോ. പോയപ്പോണ്ട് ഇലയപ്പം ഞാൻ അതല്ല ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഏട്ടന്റെ 8 ലെറ്റർ തീരത്തോളൂ. അവൻ നെയ്യപ്പം തിന്നായിരുന്നു. E ഫോർ ഇലയപ്പം. അപ്പൊ നീലാംബരിയുടെ ഉണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കതീച്ചയിലെ A ഫോർ അവക്കാഡോ ജ്യൂസ് ഉണ്ടോ? അവക്കാഡോ ജ്യൂസ്. അപ്പം മൃദുലയുടെ അവക്കാഡോ ജ്യൂസ് പറഞ്ഞു. ഞാൻ ഗൈസ് L ഫോർ ലൈം ജ്യൂസ് കുടിച്ചു. 2 ഉണ്ട്, ഒരെല്ലാം മതിയല്ല. ഒരല്ലേ ഉള്ളൂ ഇല്ല നീലാംബരിക്കോ. സോറി. അപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് ലോഡഡ് ഫ്രൈസ് പറയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട, വെള്ളം കുടിക്കാതെ നമ്മൾക്ക് ചോയ്സ് ആണല്ലോ, നമ്മൾ ഇഷ്ടമാണല്ലോ. സോ ഞാൻ ലൈം ജ്യൂസ് പറഞ്ഞു ഗൈസ്. അവനുണ്ട് താണ്ടായിരിക്കുന്നു. അയ്യോ ഞാൻ തൊട്ടില്ലേ. ഞാൻ അതെ, ഈ നീലാംബരിയിലെ ഈ നീലാംപരി ആണെന്നുണ്ടെങ്കിൽ പെരി ചിക്കൻ ഫ്രൈ കഴിക്കാം. നീലാംപരി ആക്കാൻ പറ്റുമോ? പേര് സെലക്ട് ചെയ്തിട്ട് പേരിനെ കൊന്നാലുണ്ടല്ലോ. നീലാംബരി. നിനക്ക് ഇവിടെ വേറെ നിനക്ക് ജയില്ലേ ജയല്ലേ? ഓ ജിയിലല്ലേ. ഗോസ്റ്റ് ചില്ലി ഫ്രൈസ് ഉണ്ടായിരുന്നു. ഭാഗ്യമില്ല ഉണ്ണി. നീലാംബരി പേര് ഓർമ്മയുണ്ടോ? ഇല്ല. ഇത്ര ഐക്കോണിക് ആയിട്ടുള്ള നെയിം ഓർമ്മയില്ല. നീലത്താമരേ. നിനക്ക് ലൈം ജ്യൂസ് ഇല്ല, ഇറക്കി വിടും. നീലാംബരിയില് ആ പേര് ഓർമ്മയില്ലേ? ഭാഷ സിനിമയിലെ നീലാംബരി. ഇല്ലടാ, ഞാൻ ഭാഷ സിനിമ കണ്ടിട്ടില്ല ഫുള്ള്. ഭാഷ സിനിമ കണ്ടിട്ടുണ്ട്, കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഫാൻസ് എന്ന നിലയിൽ ഭാഷ സിനിമ നീ കണ്ടിട്ടില്ലേ? ഭാഷയല്ല ഭാഷ. അത് മറ്റേ കെട്ടിയിട്ടടിക്കുന്ന രജനാഥിനെ കെട്ടിയിട്ടടിക്കുന്ന സീൻ കണ്ടിട്ടുണ്ട്. ഫുള്ള് കണ്ടിട്ടില്ല ഭാഷ. ഞാൻ പറയുന്നത് പഴയ ഒരുപാട് നല്ല മൂവീസ് ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല. അവക്കാഡോ മൃദുലയുടെ അവക്കാഡോ ഷേക്ക്, എൻ്റെ ലൈം ജ്യൂസ്. ആദ്യം നമുക്ക് A വെട്ടാം, എന്നിട്ട് നിന്റെ L വെട്ടാം. ഓക്കെ, നിന്റെ L വെട്ടാം. നല്ല ഇവിടുത്തെ നമ്മൾ മുമ്പ് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? നല്ല ടെക്സ്ചറാണ് ഇവിടുത്തെ. ഐസ്ക്രീം ആഡ് ചെയ്യും, കണ്ടില്ല ഇവിടെ പുള്ളി വേറെ ബിസിയിലാട്ടോ. എപ്പിടി ഇருக்கு ടേസ്റ്റ്? തിക്കായതുകൊണ്ട് സ്ട്രോയിൽ വരാൻ ബുദ്ധിമുട്ട്. മോനെ അടിപൊളി അല്ലേ? തണുപ്പിങ്ങനെ ഇറങ്ങും. അപ്പൊ ഖദീജയുടെ A വെട്ടിയിരിക്കുകയാണ് ഗൈസ്. കുടിച്ച് തീർക്കട്ടെ. എൻ്റെ ടൈം എടുക്കും. നമ്മളെ നോർമൽ ലൈം ജ്യൂസ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുമ്പോഴും എവിടെ പോയാലും ഒരു ലൈം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ
വൈബാണ്. പക്ഷെ ചിലവർക്ക് നേരെ ചായ കേട്ടോ, നല്ലോണം പോയി ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ചായ കുടിക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് നമ്മളൊക്കെ ലൈം ജ്യൂസ്, തണുത്ത ആഹാരം. നമ്മൾ മല കയറി ഇറങ്ങി വരുമ്പോൾ ഇതാണ് ഇഷ്ടം. പണ്ടത്തെ വീട്ടിനടുത്തത് അമ്മ ബേക്കറിയിലെ ലൈം ജ്യൂസിന്റെ ഫ്ലേവർ. അപ്പോൾ ഓക്കെ, എല്ല് വെട്ടു എല്ല് നമ്പർ 2 അടിക്കുന്നു. ഇല്ല, ഇത്ര ഇരിപ്പുണ്ട്. ബ്രെയിൻ ഫ്രീസ് തന്നെ അമ്പുമ്പളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അളുമ്പ കേട്ടോ, ഒരാളെ കഴിക്കണ്ട കേട്ടോ. ഇതെന്തോന്നത്, 2 പേരും കൂടി കഴിക്കുന്നേ. ഇങ്ങോട്ട് പറ അളുമ്പാന്ന്. എനിക്ക് എടാ നീ അളുമ്പ കേട്ടോ, ഭയങ്കര അളുമ്പ കേട്ടോ, മുടിഞ്ഞ അളുമ്പാ നീ. അവക്കാഡോയുടെ ഫ്രീ ഡാൻസ്, അവക്കാഡോ ഷേക്ക് വിത്ത് ഡാൻസ്. അവക്കാഡോ ഷേക്ക് അല്ലേ? അവക്കാഡോ ഷേക്ക്. അപ്പോൾ ഷേക്ക് ചെയ്യണം. ഇപ്പോഴാണ് അവക്കാഡോ ഷേക്ക് ആയത്. അങ്ങനെ കോപ്പ നമ്പർ 2 അടിക്കുന്നു. മൃദുല മുരുകൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതിന്റെ വലിയ ഒരു റോള് നമുക്ക് അമ്പൂട്ടിന് കൊടുക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ്, ലൈമിന് 40 രൂപയും അവക്കാഡോ ഷേക്കിന് മൃദുലയ്ക്ക് 110 രൂപയാണ് ആയിരിക്കുന്നത്. പക്ഷെ വർത്തായിരുന്നു കറക്റ്റ്. അത്രയ്ക്ക് നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലെറ്ററിലോട്ട് പോവാം. അപ്പൊ നമുക്കിനി അടുത്ത ലെറ്ററിലോട്ട് പോവാം ഗൈസ്. അപ്പോ നീലാംബരിയിൽ പി തന്നിരുന്നുണ്ടെങ്കിൽ പെരി എന്തെങ്കിലും തിന്നാമായിരുന്നു. സോ ബി ആയതുകൊണ്ട് നമ്മൾ നേരെ ലൈറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബ്ലൂബെറി. ഓക്കെ, അപ്പം എന്റെ നീലാംബരിയിലെ ബി ഫോർ ബ്ലൂബെറി. കുറച്ച് പോയി താഴെ. ഇതിൽ കാടമുണ്ടയുടെ അത്രയേ ഉള്ളൂ ഇല്ലേ? അടിപൊളിയാ. ഹൈ പ്രോട്ടീൻ. ഫുഡിൽ ഏറ്റവും ഹെൽത്തി സാധനമല്ലേ? ഏറ്റവും പ്രോട്ടീൻ ഉള്ളത് ബ്ലൂബെറി. ബി കംപ്ലീറ്റഡ്. അപ്പോൾ ഗൈസ്, ഞാൻ ബി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഏതാ ഉള്ളത്? എം ഉണ്ട്, ഐ ഉണ്ട്, എ ഉണ്ട്, ഇനിയുണ്ട് തോന്നെ. അപ്പം അടുത്ത മൃദുല. അപ്പൊ എന്റെ ഖദീജയല്ലേ? സ്വന്തം കെ കഴിച്ചല്ലോ. ഇനി തൊട്ട് നെക്സ്റ്റ് സെക്കൻഡ് ലെറ്റർ വരുന്നത് എച്ച്. എച്ച് വെച്ച് കുറെ ഐറ്റംസ് ഉണ്ട്, പക്ഷെ എന്നാലും സിമ്പിൾ. ഹണി. ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ചൊന്നും കാട് കയറിയില്ലേ? ഞാൻ ആലോചിച്ചു, ഒരുപാട് ഇരുത്തി ആലോചിച്ച് കണ്ടുപിടിച്ചു. ഹണിയിലങ്ങ് ഒതുക്കി. എച്ച് ഫോർ ഹണി. അപ്പം ഖദീജയുടെ എച്ചും വെട്ടിയിരിക്കുന്നു ഇവിടെ. ഹണിക്ക് നല്ല മധുരം ഉണ്ടോ? കൂടെ പൊളിപ്പും കൂടെ. പക്ഷെ ഇവിടെ ബർഗർ ആയിരുന്നു കേട്ടോ, വെറൈറ്റി സാധനം. അയ്യോ സത്യം കേട്ടാ. ഇതൊക്കെ മായം ചേർന്നാണോ? അത് കറക്റ്റ് ഹണിയാണോ? ഇതൊക്കെ പഞ്ചാര കലക്കിയിട്ടുണ്ടായിരിക്കില്ലേ? ആഡഡ് ഷുഗർ ഒക്കെ കാണും അല്ലേ? പ്രോപ്പർ ഷുഗർ 0 ആണോ? അപ്പോൾ ഒറിജിനൽ ഹണിയാ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ലെറ്റർ കാണാം ഗൈസ്. അപ്പോൾ എൻ്റെ നീലാംബരിയിൽ എം ഉണ്ടല്ലോ, അപ്പോൾ എം വെച്ചിട്ട് കുറേ ഫുഡ് ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ. അപ്പം മസാല ദോശ നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മഷ്റൂം മസാല ദോശ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. മഷ്റൂം മസാല ദോശ. ഇവിടെ മാംഗോ പുട്ടൊക്കെ ഉണ്ടടാ, മാംഗോ പുട്ടുണ്ട്, അത് കൊള്ളാം അല്ലേ? അപ്പോൾ എം വെച്ച് മാംഗോ പുട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. മിനി പൊടി ഇഡലി ഉണ്ട്, അത് എമ്മ മിനി പൊടി ഇഡലി. ഓ എം വെച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ആകെ ഇച്ചിരി തേഞ്ഞത് നമ്മുടെ എന്നാണ് ഇച്ചിരി ഇതായത്. മിക്സ് വെച്ച് ഊത്തപ്പം ഉണ്ട് കേട്ടോ എം വെച്ചിട്ട്. എം വെച്ച് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോയ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എം വെച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു ഗൈസ്, മഷ്റൂം ടിക്ക. യെസ്, കണ്ടില്ലേ? അവരുടെ ഈ നമ്മളെ വെജ് ആയിട്ടുള്ളവരുടെ നോൺ വെജ് ഐറ്റംസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടച്ച്, അവരുടെ ചിക്കൻ ഫ്രൈ പോലെ തന്നെ. അപ്പം എം വെച്ച് നമ്മൾ മാക്സിമം അടിപൊളിയായിട്ടുണ്ട്. ഇനി മൃദുലയുടെ ഐ വെച്ച് വരാനുണ്ട് മഷ്റൂം. നമ്മൾ ഒരു ചട്നി ഉണ്ട് ചെറിയ, ഇത് നമ്മളെ പുതിന ചട്നി. മസാല കൂടി ക്രിസ്പി അല്ല, ഒരു ഫുള്ളായിട്ട് വേവാത്തൊരു ഫീലുണ്ട്. കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, കൊള്ളത്തില്ലെന്ന് ചോദിച്ചില്ല. ഒരു ആവറേജ്. നമ്മൾ ഈ ചിക്കൻ തിന്നുന്നവർക്ക് ദഹിക്കാൻ ഇച്ചിരി പാടല്ലേ? നമുക്കിത് പാടാം. പിന്നെ നമ്മൾ എം വെച്ച് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ട്. എനിക്ക് ബർഗർ തന്നെയല്ലേ, അതുപോലെ കുറച്ചൊന്ന് ബേൺഡ് ആയിട്ടുണ്ട്, കുറച്ചേ കരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് ഒരു ഫ്ലേവർ കുറവില്ലേ അകത്ത്? ഒരു പച്ച ചവയ്ക്കത്തില്ലേ? കുറച്ചുകൂടി മസാലയൊക്കെ ഒന്ന് പിടിക്കണമായിരുന്നു. സോ അപ്പോൾ വെച്ച് എൻ്റെ മസാല മഷ്റൂം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. മസാല ടിക്ക. അപ്പോൾ നീലാംബരിയുടെ ടിക്കു. ഗൈസ്, അപ്പോൾ എൻ്റെ ഖദീജയിലെ ഐ ഫോർ ഇഡലി. 3 ഇഡലി ഉണ്ട്, ഒരു ഉഴുന്നോട ഉണ്ട്, പിന്നെ 3 ചട്നി ഉണ്ട്. ഇഡലി സെറ്റാണ്. ഇഡലി സെറ്റ്. അത് സിമ്പിൾ ആയിരുന്നു, ഒരുപാട് ആലോചിക്കണ്ടല്ലോ. ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അത് നമുക്ക് ഫേവറേറ്റ് സാധനം കിട്ടി. എനിക്ക് ഇത് അത്ര ഫേവറേറ്റ് അല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ട്രൈ ചെയ്തു. ഇനി ട്രൈ ചെയ്യില്ല. ലാസ്റ്റ് ട്രൈ ചെയ്യാറ്. സോ ഇഡലിയുടെ കൂടെ ഒരു മുതുക്ക് വടയും ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, കഴിക്കാലോ. ഇഡലി സെറ്റിൽ കൂടെ വരുന്നില്ല. അതൊരു ന്യൂട്രൽ പരിപാടി ആയിരുന്നു കേട്ടോ, പക്ഷെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വെജിറ്റബിൾസ് തിന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇഡലി ടേസ്റ്റ് ചെയ്ത് നോക്ക്. കൊഞ്ച് ഇഡലി, സാമ്പാർ മുക്കുക, കഴിക്കുക, കൊള്ളാം. ഇഡലിക്ക് ചൂടൊന്നുമില്ല. ഇപ്പം സംഭവമല്ല, ഇപ്പോഴത്തെ അല്ല. സാമ്പാർ അടിപൊളി കേട്ടോ. തമിഴ്നാട് സാമ്പാർ. അമ്പ ഇവിടെ എന്ത് വിട്ട് ഇളക്കുമായിരുന്നു. അവൻ എന്റെ മഷ്റൂം ആട്ടോ, അവന്റെ മഷ്റൂമിലെ കളിയാ. മഷ്റൂം കഴി കൊടുത്തു. ഇപ്പൊ ഖദീജയിലെ അയ്യം ഇവിടെ വെട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്റെ നീലാംബരിയിലെ ആറായിരുന്നു ടഫായിട്ട് എനിക്ക് തോന്നിയത്. ഒരു വേറൊരു ലെറ്റർ 6 വെച്ച് അങ്ങനെ അധികം ഫുഡില്ലല്ലേ? അധികം ഫുഡില്ല. എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ തോന്നിയ കമ്പനി ഉണ്ട്. എനിക്ക് ഫസ്റ്റ് വന്ന റാമേനാ. എനിക്ക് റാമേൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ നേരെ വന്നു ദേ അടിപൊളി റാമേൻ ഗൈസ്. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് തീർക്കൂല. ഇന്നത്തെ ദിവസം എനിക്കായിരുന്നു തോന്നുന്നു തോനെ ഫുഡ്. 8 ഐറ്റം. എനിക്ക് 8 ലെറ്റർ ഗൈസ്. ഇന്ന് ഞാൻ മുതൽ 8 ഫുഡ് കഴിച്ചു. അമ്പൂട്ടോടെ തകർക്കുന്ന കേട്ടോ. സോ നമുക്ക് റാമേൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. R4 റാമേൻ ഗൈസ്. ഓക്കെ, ഇത് ബീഫാണേ, ബീഫ് റാമേൻ ആണേ. നമ്മൾ നേരത്തെ ചിക്കൻ ട്രൈ ചെയ്തോണ്ട് ഇപ്പൊ ബീഫ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ബീഫ് ഇങ്ങനെ റിബായിട്ട് അരിഞ്ഞിട്ടേക്കോട്ടോ. ടേസ്റ്റ് ഗൈസ്. പൊള്ളി. സീരിയസ്ലി സ്പൈസി ആണോ? സ്പൈസി ഒന്നുമല്ല. അവർ പുഴുങ്ങിയ മുട്ട തിന്നൂടായിരുന്നോ? അത് മുങ്ങിപ്പോയി. ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു. അമ്പൂർ എടുക്കണ്ടേ ബോയിൽഡേക്ക്? തിന്നോ. ഇതെന്റെ മോന ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം. മൃദുലേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോട്ടെ. അങ്ങോട്ട് എത്തൂല. അന്ന് കഴിച്ചതിന് ഒരു ഫ്ലേവർ ഇല്ലായിരുന്നല്ലോ ഇവിടുന്ന്. സെറ്റ് ഗൈസ്. കിഡിലം റാമേൻ. എന്റെ ലെറ്റർ എല്ലാം വെറൈറ്റി ആയിരുന്നു കേട്ടോ. അതുപോലെ ബീഫ് കഴിച്ചിട്ട് കുറെ നാളായി. കുറെ നാൾക്ക് ശേഷം ബീഫ് കഴിക്കുന്നു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, നൂഡിൽസ്. ഇതെന്തോടാ സാധനം? പൈനാപ്പിളോ? ഇതെന്തോ സാധനം? വെജിറ്റബിൾസ് കുക്കുംബർ ആണ് തോന്നുന്നു. അല്ല ഇതെന്ത് സാധനോടെ? പടവലയോ? അല്ലടാ ഇത് എന്ത് സാധനോടാ ഇത്? ഞാൻ ഇന്നേരം കഴിച്ചിട്ടില്ല ഈ സാധനം. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ടേസ്റ്റ് ഉണ്ടോ? അവരുടെ ഇവിടെ എന്തെങ്കിലും മലക്കറി ആയിരിക്കും, കുക്കുംബർ പോലത്തെ. ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഒന്നുമില്ല. ഇത് ഇവിടെ കൊറിയനിൽ എന്ത് സാധനം കേട്ടോ. ഇത് എന്ത് സാധനം എന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാം, കമന്റ് ചെയ്യണം കേട്ടോ. ഇത് എന്ത് സാധനം എന്ന് പറയുമ്പോ നീ ഒന്ന് കഴിച്ചു നോക്കിയേ. ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം. അത് വേണ്ടായിരുന്നു. അല്ല ഇത് എന്ത് സാധനം എന്ന് അറിയുമ്പോ അവിടെ ചോദിക്കണം എന്തായാലും എന്ത് സാധനം. സോ അപ്പൊ എന്റെ നീലാംബരിയിലെ 6 വെട്ടിക്കോളൂ. R4 റാമേൻ ഗായ്സ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർക്കൂല, പല്ല് പാടാ. ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. ഇത് എന്തൊരു ക്വാണ്ടിറ്റിയോടാ ഇത്. അവർ ആവേശത്തിലെങ്കിൽ റാമേൻ പറഞ്ഞില്ലേ? ഇത് സത്യം പറഞ്ഞൊരു 3 പേർക്ക് കഴിക്കാനുണ്ട്. ഇനി കഴിക്ക്. അമ്പു അവിടെ നൂഡിൽസ് കഴുകി ഇട്ട് കൊടുത്തിരിക്കുക. പക്ഷെ സാധനം എനിക്കൊരു പുളിശ്ശേരിയും ചോറിന്റെ ഒരു സത്യം കഴിച്ചു വന്നപ്പോ ഇടി പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്ററാ. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. കണ്ണുടച്ചത് റാമേനല്ല, ഇത് പുളിശ്ശേരിയാണെന്ന് പറഞ്ഞത് കുടിച്ചു നോക്കണേ. റാമേനെ നിർത്തി അങ്ങ് അപമാനിക്കുക. പുളിശ്ശേരി അല്ലേ? ആ ഒരു ടച്ച് ഇല്ലേ? എരിയുള്ള പുളിശ്ശേരി എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. നല്ല തോനെ ഈ ഒരു സാധനം കയ്പാട്ടോ. ഈ ഒരു സാധനം കയ്പ. ഇത് എന്ത് സാധനം എനിക്ക് അറിയത്തില്ല.
അതെ ഇവിടെ നൂഡിൽസ് തീരുന്ന കേട്ടോ വേഗം. ബീഫ് തന്നെ ടേസ്റ്റ് ഉണ്ടല്ലോ. ബീഫ് നല്ല സോഫ്റ്റ് ബീഫും പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് സ്പ്രിംഗ് ഓണിയൻ എന്തൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ സൂപ്പറാണ്, അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമാണ്. മൃദുലയ്ക്ക് എൻ്റെ റാമേൻ അന്നേ ഇഷ്ടമല്ലല്ലോ. പക്ഷെ അന്ന് വേറെ അടുത്തുനിന്ന് കഴിച്ചാൽ എൻ്റെ ടേസ്റ്റ് അത് സ്പൈസി ആയിരുന്നു. അത് ഇച്ചിരി സ്പൈസി ആയി. ഇത് ഞാൻ കഴിച്ചില്ല കറക്റ്റായിട്ട്. ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പഴകഞ്ഞിക്കകത്ത് ചോറിന് ഒരു നൂഡിൽസ് ഇട്ടത് ഗൈസ്. മൂട് കളഞ്ഞ് പോണ ഇറങ്ങി. എടാ ഇവിടെ തീർന്നടേ. ഇപ്പൊ വിളിക്കും വിളി. ബീഫൊക്കെ എടുത്ത് തിന്നുന്ന കണ്ടു. ചട്ടും വേലി ദിവസം കൊണ്ടങ്ങ് വരുന്നതായ ഒരു ഫീല്. കഴിക്കുന്നത് കാണാൻ രസം കേട്ടാ. അത് ഫുഡ് ഉണ്ടെങ്കിൽ അത് ഇരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പാട്ടായി ആണെന്നല്ല, തായല്ല, സോറി, നമ്മുടെ റാമേനാണെന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് പഴങ്ങഞ്ഞൊക്കെ കുടിക്കുന്നതൊക്കെ ഇത് കുടിക്കുന്നത്. അതെ, ഒരു ഗ്രൂപ്പിൽ ഫുഡ് ഫിനിഷർ ഉണ്ടായ അവരുടെ വിഷമം. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ മനസ്സില്ല. നീയാണോ ആ ഫുഡ് ഫിനിഷർ? ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടോ? അപ്പോൾ ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഒള്ളി വൺ. അപ്പം കോൺ വേണോ കപ്പ് വേണോ? കപ്പ് നിന്റെ ഇഷ്ടം. കോൺ കപ്പ് മതി. കോൺ ഭയങ്കര സൈസ്. ഗൈസ് അപ്പം ഖദീജയ്ക്ക് ജയ ഉണ്ടോ? അപ്പൊ ഖദീജയുടെ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അപ്പൊ തികഞ്ഞല്ലേ, കഴിഞ്ഞല്ലേ? അങ്ങനെ മൃദുലയുടെ എല്ലാം കംപ്ലീറ്റ് ആയി ഗൈസ്. എന്റെ ഖദീജയുടെ ലാസ്റ്റ് ലെറ്റർ ജെ കൂട്ടത്തില്ലല്ലോ. ലാസ്റ്റ് ലെറ്റർ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അങ്ങനെ മൃദുല സക്സസ്ഫുള്ളി ഖദീജയെ തിന്നിരിക്കുകയാണ്. അല്ല അങ്ങനെയല്ലേ? ഇന്ന് ഖദീജയെ തിന്നു നീ മാത്രമല്ല, അവനും ഖദീജയെ തിന്നു. അത് സത്യം കേട്ടോ. അവൻ ഖദീജയിൽ നിന്ന് നീലാംബരി തിന്നാത്തത് ഹണി മാത്രമോ, ബാക്കി എല്ലാം അവൻ തിന്നു. ഉറങ്ങുമായിരുന്നു. ഹണിയും ബ്ലൂബെറിയും തിന്നില്ല. എങ്ങനെയുണ്ട്? എത്ര രൂപ? നമ്മുടെ കൂഴച്ചക്ക ഉണ്ടല്ലോ, പഴുത്ത കൂഴച്ചക്ക തണുത്ത ഐസ് ഫ്രിഡ്ജ് വെച്ച് തിന്ന ഫീൽ. സത്യത്തിൽ ഇതിനകത്ത് ജാക്ക് ഫ്രൂട്ടിന്റെ സാധനം കടങ്ങിയിട്ടുണ്ടായിരിക്കും, അത് ചുമ്മാ ഫ്ലേവർ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല കേട്ടോ. എത്ര രൂപ? 163 രൂപ. ഇത്രയും മാളിൽ പിന്നെ റേറ്റ് ആവും, പക്ഷെ എന്നാലും റേറ്റ് കൂടുതലല്ലേ? ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം ഖദീജ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സക്സസ്ഫുള്ളി മൃദുലയാണ് ആദ്യ ലെറ്റർ കംപ്ലീറ്റ്. പിന്നെ എനിക്ക് കുറവായിരുന്നു. എനിക്ക് 6 ഏട്ടന് 8 ലെറ്റർ ഉണ്ട് ഗൈസ് എനിക്ക്. അപ്പൊ എനിക്ക് ഇനിയും കിടക്കുന്നേ ഉള്ളൂ. 2 ഏതൊക്കെയാണെന്നറിയോ? എയും ഐയും ഞാൻ മനസ്സിൽ വെച്ചേക്കുമല്ല. ഞാൻ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് മൃദുല തിന്നുമ്പോഴും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡയറ്റ് ഫുള്ള് ചീറ്റാ. ഇവിടെയൊക്കെ അമ്പലത്തിന്റെ പ്രസാദത്തിന് ടേസ്റ്റ് അല്ലേ? അതാ മധുരത്തിന്റെ ഈ നെയ്യുടെയും അമ്പലത്തിൽ നിന്ന് ഇടുന്ന തേങ്ങയും കൂടി ഇട്ട അമ്പലപ്രസാദം തന്നെ. സത്യം കൊള്ളാല്ലേ? അടിപൊളി ഗൈസ്. ഇപ്പൊ എന്റെ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ ഫിനിഷ് ആയിരിക്കാണ്. നാക്കൊക്കെ കുഴയുന്നു. ഏട്ടൻ്റെ ഇവിടെ അമ്പൂറിനെ എത്തുമെന്ന് പറഞ്ഞോണ്ടേ. ഓക്കെ ഗൈസ്, ആപ്പിൾ ഒതുക്കിയാലേ എനിക്ക് മടുത്തടി മൃദുലേ. എനിക്കൊന്നും വേണ്ട ഗൈസ്. ഇറങ്ങണ ഫുഡ് ഇന്ന് നീ കുറച്ച് കഴിക്കണുള്ളൂ, ഞാനാ മൊത്തം തീർക്കില്ല. അല്ല എനിക്കിതൊന്നും പോണില്ല കേട്ടോ. ഇതിനകത്ത് നട്ട്സും നോർമലാ പറഞ്ഞേ. കൊള്ളാലേ? കൊടുക്കാത്തതിന്റെ പ്രതിഷേധം വിട്ടുന്നുണ്ടോ? ഇത് കറക്കി അവന്റെ അടുത്തോട്ട് ചെല്ലിക്കുള്ള പരിപാടിയാ. അടിപൊളി ചേട്ടാ. എന്റെ മോൻ എന്നെ തിന്നാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കാലി പിടിച്ച്. അപ്പം നമ്മുടെ നീലാംബരിയുടെ എയും കംപ്ലീറ്റ് ആയിരിക്കാണ്. പഴവും അണ്ടിപ്പരിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നീലാംബരി എ വെട്ടിക്കോ, ഇനി ഐ മാത്രമേ ഉള്ളൂ. ഗായ്സ്, കുഞ്ഞിന് കളിക്കാൻ ഒരു ബോൾ വാങ്ങിയേ. ഇതിപ്പോ കളിക്കുന്ന നോക്കിയേ. അമ്പൂട്ട ഭയങ്കര ചിരിയാണ്. ഏട്ടാ നേരത്തെ സ്കില്ലെന്ന് കാണിച്ചോളൂ. ബാറ്ററി എന്ത്? ബാറ്ററി തോടക്കുന്നു. ബാറ്ററി ഫോണും പാസ്പോർട്ടില്ലേ? പതിയെ പതിയെ
അയ്യോ അമ്മ എങ്ങനെയുണ്ടാ? അമ്മയുടെ പവർ എടാ, അമ്മയുടെ പവർ എങ്ങനെയുണ്ടാ? അവിടെ നിൽക്ക് അത് അപ്പുറത്തോ ഇങ്ങൊന്നുവാ. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. എപ്പം തുടങ്ങിയെന്നറിയാമോ? പിന്നെല്ലാം തേച്ചോ, ഖദീജയും തേച്ച് നീലാംബരി അങ്ങനെ നീലാംബരിയുടെ അവസാനത്തെ ലെറ്ററായ I4 ഇടിയപ്പം ഗായ്സ്. ഇതുവരെ കഴിഞ്ഞില്ല. എന്റെ ലെറ്റർ എന്റെ പൊന്നു നീലാംബരി ചേച്ചി. 8 6 കൂടെ 14 ഫുഡ് ഐറ്റംസ് നമ്മളിന്ന് വിഴുകി. അയ്യോ ഗൈസ്, അപ്പൊ ഇടിയപ്പം വെറുതെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് നല്ല പെപ്പർ ചിക്കൻ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പെപ്പർ ചിക്കൻ, പക്ഷെ പെപ്പർ ചിക്കന്റെ ലുക്ക് ഇല്ലല്ലോ. സോ പെപ്പർ ചിക്കൻ വിത്ത് ഇടിയപ്പം. അതാ അവന്റെ തല. തലാമ്പൂട്ടന്റെ തല. ഹൗസ് ഇറ്റ്. സൂപ്പറാണ്. മൊത്തം തിന്നണേ കേട്ടോ, എനിക്ക് വേണ്ട. എന്റെ വയറ് നിറഞ്ഞു. ഞാൻ മൊത്തം തിന്നും. തിന്നണേ. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളെല്ലാരും പേസ് നിങ്ങളെല്ലാരും നെയിം ഷോർട്ട് ആയിട്ട് ഇടുക ഗൈസ്. അതാ നീളത്തിലൊന്നും ഇടല്ലേ. അല്ല, ഷോർട്ടായിട്ടെ പേര് അൽഫിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിൻ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ്. പക്ഷെ നല്ല വെറൈറ്റി പേരായിരുന്നു അല്ലേ? നീലാംബരി, ഖദീജ. അടിപൊളി പേര്. അപ്പൊ എന്തായാലും നല്ല ചിക്കൻ റോസ്റ്റ്. ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമോ? ഇങ്ങനത്തെ ഫുഡ് ഐസ്ക്രീം അതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇത് അയക്കാൻ വേണ്ടി അങ്ങ് തിന്നതാ. അല്ല, ജയത അയക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 9 മീറ്റിംഗ് ചലഞ്ച് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗംഭീരമായി പൂർത്തിയാക്കി. യെസ്. എനിക്കായിരുന്നു ടാസ്ക് 8 ലെറ്റർ. സോ അടുത്ത നിങ്ങളെ പേരൊക്കെ കമന്റ് ചെയ്യാട്ടോ, നമുക്കിനി ചെയ്യാം. ഓക്കെ. ചെറിയ പേരല്ല, അമ്മൂസൊന്നോ അപ്പൂസൊന്നോ ഇല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ ഇതുപോലെ വെറൈറ്റി ചലഞ്ച് ഇനി വരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ബൈ. ഉറങ്ങാം. തിന്നല്ല ഖദീജ നീലാംബരി. ഇനി പോയി കിടന്ന് ഉറങ്ങാം. ഇനിയും മാത്രം ഇനി ഇല്ല ഫുഡ്. ഓടിക്കോ.